ആഹാ, ഇന്ന് മഴയൊന്നുമില്ല. എന്താ നല്ല പൊരിഞ്ഞ വെയില്, നല്ല സുഖമുണ്ട്. എടാ ഷിൻജാനെ ഇജ്ജാദ്യം തുള്ളു പുള്ളു. ഒന്ന് പോടാ പിഞ്ചാനെ, ഇജ്ജാദ്യം തുള്ളു, എന്നാ പിന്നെ ഞാനും തുള്ളാം. എടാ രണ്ട് ലൊട്ടകളെന്താ അവിടെ നിന്ന് കളിക്കുന്നത്? നിനക്കൊന്നും നീന്തറിയില്ലല്ലോ. ആ, എന്തായാലും സിമിയോണൊന്ന് കോളാക്കി നോക്കട്ടെ. വല്ല പുതിയ വണ്ടി സ്ക്രാപ്പായിട്ട് വന്നിനോളി. ആ ഹലോ ഫ്രാങ്ക്ലെ, എന്താ? ഹലോ സിമിയോണെ, പുതിയ വല്ല വണ്ടി വന്നിനാ സ്ക്രാപ്പായിട്ട്? നിന്നെ ഞാൻ വിളിക്കാനിരിക്കുവായിരുന്നു. നമ്മൾ ഡാമിന്റെ അടുത്തൊരു വണ്ടി സ്ക്രാപ്പായിട്ട് വന്നിട്ടുണ്ട്. ഒരു കത്തിപ്പോയ വണ്ടിയാണ്. നിനക്ക് വേണമെങ്കിൽ റീസ്റ്റോർ ആയിക്കോ നീ. ഓക്കെ സിമിയോണെ, ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ദിവസം കാത്തു തന്നെ. എടാ ഷിൻജാനെ പിഞ്ചാനെ വാ പോവാ, നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. വേ ഓടി വായോ. ഈ രണ്ട് ലൊട്ടകൾ ഇന്നെങ്ങാനും വരുവോളി. ഫ്രാങ്ക്ലണ്ണ എങ്ങോട്ടേക്കാ പോണേ? എടാ ഷിൻജാനെ പിഞ്ചാനെ, നമ്മൾ ഇന്നൊരു സ്ക്രാപ്പിലെ കൊടുക്കാൻ വെച്ചേക്കണ ഒരു വണ്ടി നമ്മൾ ഇന്ന് റീസ്റ്റോർ ചെയ്യാൻ പോവാണ്. അത് ശരി, അതേതാ വണ്ടി ഫ്രാങ്ക്ലണ്ണ? അല്ല, ഡാമിലേക്ക് ഈ വഴി പോകണോ അല്ലെങ്കിൽ റോഡ് വഴി പോകണോ? ഇനിയിപ്പോൾ എന്തായാലും റോഡ് വഴി പോവാ. വെറുതെ എന്തിനാ നമ്മളെ മോഡിഫിക്കേഷൻ ആക്കി നമ്മുടെ സ്വന്തം വണ്ടിയല്ലേ, വണ്ടി വൃത്തികേടാക്കണ്ട. ഫ്രാങ്ക്ലണ്ണ നിങ്ങൾ കാര്യം പറ, ഏത് വണ്ടിയാ മോഡിഫിക്കേഷൻ ആക്കുന്നേ? എടാ പിഞ്ചാനെ, മോഡിഫിക്കേഷൻ ആക്കുന്നതിന് മുമ്പ് നമുക്ക് ആ വണ്ടി ആദ്യം ഒന്ന് ഫിക്സ് ചെയ്യണം. എന്ത് ഫിക്സ് ആക്കാൻ? എന്ത് ഫിക്സ് ആക്കാന്? എടാ, ആ വണ്ടി കത്തിപ്പോയ വണ്ടിയാ. നമുക്ക് ആദ്യം അതിനെ റീസ്റ്റോർ ചെയ്യണം. അതിന് കുറെ പൈസ ചെലവും കുറെ പണിയും ഉണ്ട്. ആദ്യം നമുക്ക് ആ വണ്ടി പൊക്കിയെടുത്ത് നമ്മളെ ബെന്നീന്റെ ഷോപ്പിൽ കൊണ്ടു കൊടുക്കണം. ഓ അങ്ങനെ പറ, അത് ശരി. അതെ, ഇവിടെ എങ്ങാനാന്ന് തോന്നുന്നു സിമിയോണ് പറഞ്ഞത്. ഡാമിൻ്റെ അടുത്തെങ്ങാനും ഇവിടെ തന്നെ ആയിരിക്കും. എന്നാൽ നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. ഗൈസ്, നമ്മളങ്ങനെ വണ്ടി ഉള്ള ലൊക്കേഷനിലോട്ടേക്ക് വന്നിട്ടുണ്ട്. നമ്മളെ ഡാമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളെ വണ്ടി അപ്പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നോക്കുവാണെങ്കിൽ ഇതാണ് നമ്മൾ ഇന്ന് റീസ്റ്റോർ ചെയ്യാൻ പോണ വണ്ടി. ഫ്രാങ്ക്ലണ്ണ, ഈ വണ്ടി നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ പറ്റൂ? ഇതിന് ഡോറും ഇല്ല, ബോണറ്റും ഇല്ല, എഞ്ചിൻ അടക്കം കത്തിപ്പോയിനല്ലോ. അത് ശരിയാണല്ലോ ഷിൻജാനെ, ഈ വണ്ടി നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ പറ്റുമോ ഫ്രാങ്ക്ലണ്ണ? എടാ എൻ്റെ ഷിൻജാനെ പിഞ്ചാനെ, നിങ്ങൾ എന്തിനാ പേടിക്കണേ? നമ്മളെ ബെന്നി അണ്ണൻ ഉണ്ടാവുമ്പോൾ. അപ്പൊ ബെന്നിയാണ് നമുക്ക് ശരിയാക്കി തരുമല്ലേ ഈ വണ്ടി? അതെ, ബെന്നിയാണ് നമുക്ക് ശരിയാക്കി തരും. അതിനാണല്ലോ ബെന്നിയാണ് എൻ്റെ ഷോപ്പിൽ പോകുന്നത്. ഗൈസ്, ഈ വണ്ടി നോക്കുവാണെങ്കിൽ ഫുള്ള് കത്തിപ്പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ബോണറ്റില്ല, അതുപോലെ തന്നെ ഡോറില്ല, ഡിക്കിയില്ല, ടയറില്ല, ഒന്നുമില്ല. ഗൈസ്, വണ്ടി മൊത്തത്തിൽ കത്തിപ്പോയിന്. എന്തായാലും അത്യാവശ്യം നല്ല പൈസ ചിലവാകും. പക്ഷെ പൈസ ചിലവായാലും ഈ വണ്ടി നമ്മൾ എന്തായാലും മോഡിഫിക്കേഷൻ ചെയ്ത് നമ്മൾ ഇറക്കുന്നതായിരിക്കും. അതിന് ഈ വണ്ടി നമുക്ക് ആദ്യം നമ്മുടെ ബെന്നിൻ്റെ ഷോപ്പിൽ എത്തിക്കണം. എന്തായാലും ഞാൻ ലാമറിനെ വിളിച്ച് നോക്കട്ടെ. ലാമറിനെ വിളിച്ചതിന് അവൻ്റെ ട്രക്ക് എടുത്ത് നമുക്ക് പോകാമല്ലോ ബെന്നിൻ്റെ ഷോപ്പിലോട്ടേക്ക്. ഹലോ ഫ്രാങ്ക്ലെ, എന്താണ് പരിപാടി? എടാ ലാമറെ, എനിക്ക് നിന്റെ ട്രക്കൊന്ന് വേണമല്ലോ. ട്രക്കോ? നീ എവിടെയാ ഉള്ളത്? എടാ, ഞാനിവിടെ നമ്മുടെ ഡാമിന്റെ അടുത്താ ഉള്ളത്. ഫ്രാങ്ക്ലെ, ഞാൻ അതിന്റെ അടുത്ത് തന്നെ ഉണ്ട്. ഞാൻ എന്തായാലും പെട്ടെന്ന് വരാം. നീ ലൊക്കേഷൻ അയച്ചിട്ടേക്ക്. ഓക്കെ ലാമറെ. ഗൈസ്, ഒരു 5 മിനിറ്റിൽ ലാമർ ഇപ്പൊ വരും. ലാമർ വന്നതിന് ശേഷം നമുക്ക് ആ ട്രക്ക് എടുത്തിട്ട് നേരെ പോവാം. ചേട്ടാ, ഈ ഫ്രാങ്ക്ലിന്റെ ഒരു കാര്യം, മര്യാദക്ക് ഒരു പണി എടുക്കാൻ ഇവ സമ്മതിക്കൂലല്ലോ. എന്തായാലും അവൻ വിളിച്ചല്ലേ, എന്തായാലും ട്രക്ക് എടുത്തിട്ട് നേരെ പോവാം. ഏതായാലും ഈ ലൊക്കേഷന്റെ അടുത്ത് തന്നെയാണല്ലോ. ഫ്രാങ്ക്ലിന്റെ വണ്ടിയല്ലേ ഇത്? അപ്പോ ഇത് തന്നെ ആയിരിക്കും ലൊക്കേഷൻ. എന്തായാലും ഇങ്ങോട്ട് വണ്ടി കയറ്റി നോക്കാം. അല്ല ഫ്രാങ്ക്ലിനെ, എന്താണ് പരിപാടി? ഇതെന്തിനാ ട്രക്ക് വേണമെന്ന് പറഞ്ഞേ? ഇത് ഏതാടാ ഈ കത്തിപ്പോയ കാറ്? എടാ ലാമറെ, എനിക്ക് നിന്റെ ട്രക്ക് കുറച്ച് ദിവസത്തേക്ക് എന്തായാലും വേണം. കാരണം എനിക്ക് ഈ വണ്ടി റീസ്റ്റോർ ചെയ്യാനുണ്ട്. ആടാ ഫ്രാങ്ക്ലിനെ, കുഴപ്പമില്ല. കാരണം ഞാൻ കുറച്ച് ദിവസത്തേക്ക് ലീവിലാണ്. അപ്പൊ ട്രക്കിന്റെ ആവശ്യമില്ല. നീ എന്തായാലും ട്രക്ക് എടുത്തോ. ഞാൻ എന്തായാലും നിന്റെ വണ്ടിയും കൊണ്ട് വീട്ടിലോട്ടേക്ക് പോകുന്നുണ്ട്. നീ എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നെ വിളിച്ചാൽ മതി. ഓക്കെ ലാമറെ, നീ എന്തായാലും പോയിട്ട് വാ. എൻ്റെ വണ്ടി അവിടെ സൈഡിൽ ഞാൻ നിർത്തിയിട്ടുണ്ട്. ചാവി ആ വണ്ടി തന്നെ ഉണ്ട്. ഓക്കെ, എന്നാ ശരി, നീ നോക്കിയിട്ട് പോകണേ. ഓക്കെ, നീ പോയിട്ട് വാ എന്തായാലും. ഗൈസ്, നമ്മളെ റീസ്റ്റോർ ചെയ്യേണ്ട വണ്ടി ട്രക്കിൻ്റെ ബാക്കിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലാമറിൻ്റെ ട്രക്കും കൊണ്ട് നേരെ ബന്നിയുടെ മോഡിഫിക്കേഷൻ ചെയ്യുന്ന സ്ഥലത്തോട്ടേക്കാണ് പോകുന്നത്. മോഡിഫിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മളെ വണ്ടി ആദ്യം ഫുള്ളായിട്ട് റെഡിയാക്കി എടുക്കാൻ നമ്മുടെ ബെന്നിനോട് പറയണം. അപ്പോൾ ബെന്നി അത് സമ്മതിക്കുമെന്ന് അറിയില്ല. കാരണം നമ്മുടെ ഫ്രണ്ട് ആയതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും ബെന്നി സമ്മതിക്കുമായിരിക്കും. ആയിട്ടില്ലെങ്കിൽ നമ്മൾ സമ്മതിപ്പിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ബെന്നിൻ്റെ ഷോപ്പിലോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് എന്തായാലും കുറച്ച് ലോങ് പോകാനുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതുവരെ ലൈക്ക് അടിക്കാത്തവരുണ്ട്, ഈ ഗ്യാപ്പിൽ ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് അടിച്ചിട്ട് ആ ബെൽ ബട്ടൺ ഓളാക്കി വെക്കുക.
അപ്പോൾ ഇനിയും നമ്മൾ ഇതുപോലെ റീസ്റ്റോർ ചെയ്യുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ബെല്ലൈക്കൺ മസ്റ്റായിട്ട് ഓൺ ചെയ്ത് വെക്കുക. അല്ല ഫ്രാങ്ക്ലിണ്ണ, ഇത് ഏതാ വണ്ടി? ഇത് ഏതാ വണ്ടി എന്ന് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. സിമിയോൺ എന്തോ ഡൊമിനാറ്റം പറയുന്ന കേട്ടതുപോലെ ഉണ്ട്. ഫ്രാങ്ക്ലിണ്ണ ഇത് ഡൊമിനേറ്റർ ആണോ? അത് എനിക്ക് എന്തായാലും അറിയില്ല, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. പോരാത്തിന് ഈ വണ്ടി കത്തിപ്പോയത് കൊണ്ട് എനിക്ക് കണ്ടിട്ട് തീരെ തോന്നുന്നില്ല ഏത് വണ്ടിയെ നമുക്ക് വണ്ടി ഫുള്ള് റിപ്പയർ ആയതിനു ശേഷം മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. ഫ്രാങ്ക്ലിണ്ണ, ഈ വണ്ടി കണ്ടിട്ട് തോന്നുന്നത് ഈ വണ്ടി റൂഫ് തുറക്കാൻ പറ്റും തോന്നുന്നു. റൂഫ് തുറക്കാൻ പറ്റുവാണെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ ചിഞ്ചാനെ പിഞ്ചാനെ? അതെ ഫ്രാങ്ക്ലിണ്ണ, റൂഫ് തുറക്കാൻ പറ്റുവാണെങ്കിൽ ഈ വണ്ടി പൊളിക്കും. എടാ ലൊട്ടെ, എന്തിനാ ഈ പൊളിഞ്ഞ വണ്ടി നമ്മൾ പിന്നെയും പൊളിക്കാൻ പോവാ? അങ്ങനെയല്ല പിഞ്ചാനെ, ഈ വണ്ടി ശരിയാക്കിയ അടിപൊളിയായിരിക്കും, നല്ല രസമുണ്ടാവും കാണാൻ. ഈ വണ്ടി എടുത്തിട്ട് വേണം എൻ്റെ സ്കൂൾ പിള്ളേരുടെ മുമ്പിൽ ഷോ കാണിക്കാൻ എനിക്ക്. ആ, നല്ല ആളെ ഈ പറയുന്നത്. ഇത്ര ദിവസമായി സ്കൂള് തുറന്നിട്ട് ഈ സ്കൂളിൽ പോവാത്തോനാ ഈ പറയണേ. എടാ ചിഞ്ചാനെ പിഞ്ചാനെ നിങ്ങൾ അടി കൂടില്ലടാ. One day later. ഫൈനലി ഗൈസ്, നമ്മളാണ് നമ്മുടെ ബെന്നിൻ്റെ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ബെന്നി ഇവിടെ ഇപ്പം ഇല്ല. ബെന്നി ഇപ്പോൾ ഓടി വരാമെന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹലോ ഫ്രാങ്ക്ലെ, ഞാൻ വന്നു. ഞാൻ ചെറുതായിട്ടൊന്ന് ലേറ്റ് ആയി പോടാ ഫ്രാങ്ക്ലെ. ആ ബെന്നിയാണാ, നമുക്കിന്ന് ചെറിയൊരു പണിയുണ്ട്. ആ വന്ന് നിന്റെ പണി കുറച്ച് കൂടുന്നുണ്ട് ഫ്രാങ്ക്ലെ. കേടാ അതെന്തപ്പാ നിങ്ങൾ അങ്ങനെ പറഞ്ഞ ബെന്നിയണ്ണ? എന്തായാലും ഞാൻ കാര്യം പറയാം. നമുക്ക് ഈ വണ്ടി ഒന്ന് ഫുള്ളായിട്ടൊന്ന് റീസ്റ്റോർ ചെയ്യണം. ഓ, ഈ വണ്ടിയാണോ റീസ്റ്റോർ ചെയ്യണ്ടേ? കുറച്ച് ടാസ്ക് ആണ്. എന്തായാലും കുഴപ്പമില്ല, നീ ആയതുകൊണ്ട് ഞാൻ എന്തായാലും ചെയ്തു തരാം. പക്ഷെ സമയം എടുക്കും. എൻ്റെ ബെന്നിയണ്ണ, എത്ര സമയം എടുത്താലും കുഴപ്പമില്ല. വണ്ടി നിങ്ങൾ ശരിയാക്കി പിന്നെ മോഡിഫിക്കേഷൻ കൂടി ചെയ്യണം. അതും കൂടി നിങ്ങൾ ചെയ്ത് വെച്ചിട്ട് എന്നെ വിളിച്ചാൽ മതി. ഓ, അത് തന്നെയാണല്ലോ നമ്മുടെ പണി. അപ്പം ഞാൻ എന്തായാലും നിന്നെ വിളിക്കാം. തൽക്കാലം ഈ ട്രക്ക് ഇവിടെ കിടക്കട്ടെ. ഈ വണ്ടി ഞാൻ താഴെ ഇറക്കിക്കോളാം. നീ എൻ്റെ ഒരു വണ്ടി ഉണ്ട് അവിടെ ഞാൻ നിർത്തി വെച്ചിട്ട് നീ അതെടുത്ത് നീ വീട്ടിൽ പോയാൽ മതി. ആ ഫ്രാങ്ക്ലെ, പിന്നെ നോക്കണം, ഞാൻ വണ്ടി കുറച്ച് ടൂണ് ചെയ്തിട്ടുണ്ട്. ഏത് വണ്ടി? അല്ല, എൻ്റെ വണ്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞതാ. ആ ഓക്കെ ഓക്കെ ഓക്കെ, അതൊന്നും സീനില്ല. ഓക്കെ ബെന്നിയാണ്, അപ്പോൾ അതെല്ലാം സെറ്റാണ്. അപ്പോൾ വണ്ടി ശരിയാക്കിയിട്ട് നിങ്ങൾ എപ്പോഴാണോ റെഡി ആവണേ നിങ്ങൾ അപ്പം എന്നെ കോളാക്കിയാൽ മതി. ഞാൻ അന്ന് വന്ന് വണ്ടി എടുത്തിട്ട് പോയിക്കോളാം. ഓക്കെ, അപ്പോൾ ട്രക്കിൻ്റെ ചാവി ട്രക്കിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ ട്രക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും പോയിട്ട് വരാം. ഓക്കെ ആ ഓക്കെടാ ഫ്രാങ്ക്ലെ, ഞാൻ എന്തായാലും വിളിക്കാം നിന്നെ. ഗൈസ്, അങ്ങനെ നമ്മുടെ വണ്ടി ബെന്നിയാണെൻ്റെ വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ബെന്നിയാണെൻ്റെ വണ്ടിയാണ്. എൻ്റെ മോനെ വിഷയം വണ്ടിയാണല്ലോ, വല്ലാത്തൊരു സൗണ്ട് തന്നെ ഗൈസ്. ഈ വണ്ടിയും കൊണ്ട് നമ്മൾ നേരെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഇനി ഈ വണ്ടിയിലായിരിക്കും നമ്മൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ വണ്ടി എപ്പോൾ റെഡി ആവാന്നറിയില്ല. റെഡി ആയിക്കാൻ നമ്മളെ ബെന്നിയാണ് കോളാക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇന്നത്തെ പരിപാടി നേരെ വീട്ടിൽ പോക്കാണ്. അപ്പോൾ വീട്ടിലെത്താൻ കുറച്ച് ലേറ്റ് ആകും. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് അടുത്ത പാർട്ട് നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സെക്കൻഡ് പാർട്ട് വേണമെന്നുള്ളവരാണെങ്കിൽ ജസ്റ്റ് താഴ്ന്ന് കമൻറ്റ് ചെയ്യുക സെക്കൻഡ് പാർട്ട് എന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക. നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ആയിട്ട് തൊട്ടടുത്താണ് ബെല്ലൈക്കൺ ഓളാക്കി വെക്കുക ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിരിക്കും. ബൈ ബൈ ഗൈസ്.